മിന്നും പ്രകടനം കാഴ്ചവെച്ച കളിക്കളത്തിലേക്കുള്ള മടങ്ങിവരവിന് മുന്നോടിയായി ദൈവവചനം പങ്കുവെച്ച് ബ്രസീലിന്റെ നെയ്മർ വീണ്ടും വ്യത്യസ്തത തെളിയിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 9-ാം അധ്യായം 1-ാം തിരുവചനം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ച് മത്സരരംഗത്തേക്ക് ചുവടുവെച്ച നെയ്മറും ടീമും കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ ലോകകപ്പ് ചരിത്രം തിരുത്തിക്കുറിക്കുന്ന വിധത്തിൽ 4 ഗോളുകളാണ് ഒന്നിനു പിന്നാലെ ഒന്നായി വാരിക്കൂട്ടിയത്. പങ്കെടുത്ത ആദ്യ കളിയിൽ കാലിനേറ്റ പരിക്കിനെ തുടർന്ന് തൽക്കാലം കളിക്കളത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്ന നെയ്മർ ആർക്കും തടുക്കാനാവാത്ത ദൈവത്തിന്റെ മകനാണ് താനെന്നും ശത്രുവിന് തന്നെ നിലംപറ്റിക്കാനാകില്ലെന്നും തന്റെ വിശ്വാസം അവസാനിക്കില്ലെന്നും താൻ മടങ്ങിവരിക തന്നെ ചെയ്യുമെന്നും ഫേസ്ബുക്കിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ദക്ഷിണ കൊറിയയുമായുള്ള പ്രീ ക്വാർട്ടർ മത്സരത്തിന് മുമ്പായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കുമെന്ന വചനം പങ്കുവെച്ച് നെയ്മർ വീണ്ടും തന്റെ ക്രൈസ്തവ സാക്ഷ്യം പ്രഘോഷിച്ചത്. കാണികളെ ആവേശം കൊള്ളിച്ച കാനറിപ്പടയുടെ വിജയ കുതിപ്പുകൾക്ക് ശേഷവും നെയ്മർ ദൈവമഹത്വം പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പ്രകടിപ്പിക്കുന്ന ചിത്രത്തോടൊപ്പം ദൈവമേ എന്ന് കുറിച്ച് കൂപ്പുകരങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു നെയ്മറിന്റെ ആദ്യ പ്രതികരണം. ഞാൻ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു, എനിക്ക് ഇത് നേടാനായി. എന്റെ ദൈവത്തിന് നന്ദി. എല്ലാ ബഹുമാനവും ആദരവും അങ്ങേക്കുള്ളത് എന്നിങ്ങനെ പരസ്യമായി ദൈവത്തിന് വിജയകൃതജ്ഞതയും മഹത്വവും പ്രഖ്യാപിച്ച് വീണ്ടും നെയ്മർ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഉള്ളിൽ ധീരതയോടെയുള്ള ക്രൈസ്തവ പ്രഖ്യാപനമായി ഇടം പിടിച്ചു കഴിഞ്ഞു.